റിപ്പോർട്ട് ഇലക്ഷൻ ബ്രേക്കിംഗ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാൻ സിപിഐഎമ്മുമായി ചർച്ച നടന്ന വിവരം നിഷേധിക്കാതെ കോൺഗ്രസ് നേതാവ്. ചർച്ച നടന്നെന്ന് നിഷേധിക്കുന്നില്ല, ഉണ്ടെന്നും പറയുന്നില്ല എന്നാണ് മൂത്തേടം പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് എടക്കര ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായ പി ഉസ്മാന്റെ വെളിപ്പെടുത്തൽ. സ്വകാര്യ സംഭാഷണങ്ങൾ പുറത്തു പറയുന്നത് രാഷ്ട്രീയ മര്യാദയല്ലെന്ന് പി ഉസ്മാൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമ്മളിപ്പോൾ നമ്മുടെ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് വൈസ് പ്രസിഡൻ്റാണ്, ഞാൻ പഞ്ചായത്ത് പ്രസിഡൻറ്റുമാണ്, ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്, മണ്ഡലം പ്രസിഡന്റ് ഒക്കെ ആയി സ്ഥാനം വഹിച്ച ഒരാളാണ്. പാർട്ടി എന്ന് പറയുന്ന ഒരു വികാരമാണ് ഞങ്ങളുടെ ഉള്ളിൽ. നമ്മൾക്ക് സ്ഥാനാർത്ഥികളല്ല, പാർട്ടി നിർത്തുന്ന കൈപ്പത്തിനത്തിൽ നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. അത് CPM ബി ജെ പിയോ എന്നെ സ്ഥാനാർത്ഥിയാക്കിയാൽ സ്ഥാനാർത്ഥിയാവില്ലല്ലോ, അത് പാർട്ടിയുടെ തീരുമാനമുണ്ട്. ആ പാർട്ടിക്ക് നമ്മൾ പലതും രാഷ്ട്രീയത്തിനപ്പുറമായ ചർച്ചകളുണ്ടാവും, സംസാരങ്ങളുണ്ടാവും, പാർട്ടിക്ക് അതീതമായ ബന്ധങ്ങളുണ്ടാവും. അപ്പോൾ ആ ബന്ധങ്ങളും സംസാരങ്ങളും ഒരു പുറത്ത് പറയുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ മാന്യതയല്ല. സ്വകാര്യ സംഭാഷണങ്ങളുണ്ടാവും, സ്വകാര്യ സംഭാഷണം ഉണ്ടാവും, ചർച്ചകളുണ്ടാവും. അതൊന്നും നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പറഞ്ഞ് അതൊരു രാഷ്ട്രീയ മര്യാദയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മുബഷിർ പി അക്ബർ നമുക്കൊപ്പം. മുബഷിർ പി അക്ബർ, പാർട്ടിക്ക് അതീതമായി ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ ഉസ്മാനെ ബന്ധപ്പെട്ടത് ആരാണ്? മുതിർന്ന നേതാക്കളാണോ അതോ പ്രാദേശിക നേതാക്കളാണോ? എപ്പോഴാണ് ഈ ചർച്ചകൾ നടന്നത്? ഉസ്മാനെ സമീപിച്ചതായി ഇപ്പോൾ ഉസ്മാൻ തന്നെ വെളിപ്പെടുത്തുന്നതിന്റെ ഒരു താല്പര്യം എന്താണ്? സ്ഥാനാർത്ഥി ചർച്ചകൾ വളരെ സജീവമായ ഘട്ടത്തിൽ തന്നെ സ്വതന്ത്രരെ പരീക്ഷിക്കാൻ വീണ്ടും മണ്ഡലത്തിൽ CPM ശ്രമിച്ചത് നമ്മൾ കണ്ടതായിരുന്നു. സ്വതന്ത്രരിലേക്ക് തന്നെ CPMന്റെ ചർച്ചകളൊക്കെ തന്നെ വഴിമാറിയ ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസിലെ അസംതൃപ്തരെ മണ്ഡലത്തിലേക്ക് എത്തിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു CPM ശ്രമിച്ചിരുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിലായിരുന്നു പാർട്ടി ചിഹ്നത്തിൽ തന്നെ 19 വർഷത്തിന് ശേഷം ഒരു പാർട്ടി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ CPM തീരുമാനിക്കുന്നതും M സ്വരാജിനെ പ്രഖ്യാപിക്കുന്നതും. അതിന് തൊട്ടു മുൻപായി CPM ചർച്ച നടത്തിയെന്ന് പറയപ്പെടുന്ന നേതാക്കളിൽ പ്രമുഖ വ്യക്തി കൂടിയായിരുന്നു മൂത്തേടം പഞ്ചായത്തിന്റെ പ്രസിഡന്റും അതുപോലെ തന്നെ എടക്കരയിലെ കോൺഗ്രസിന്റെ നേതാവ് കൂടിയായിട്ടുള്ള പി ഉസ്മാൻ. ഇപ്പോൾ പി ഉസ്മാൻ തന്നെ അത് സ്ഥിരീകരിക്കുന്നുണ്ട്. ചർച്ച നടത്തിയോ ഇല്ലയോ എന്ന കാര്യത്തിൽ താൻ ഇപ്പോൾ അഭിപ്രായം പറയുന്നില്ല. ചർച്ച നടത്തിയില്ല എന്ന് നിഷേധിക്കാൻ സാധിക്കില്ല, പക്ഷേ നിങ്ങളോട് ചർച്ച നടത്തിയത് പറയാനും സാധിക്കില്ല. രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മര്യാദയുടെ ഭാഗമായിട്ടാണത് പറയാതിരിക്കുന്നത്. രഹസ്യപരമായിട്ടുള്ള പലതരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടാകാം. പാർട്ടിക്ക് അതീതമായിട്ടുള്ള ബന്ധം തനിക്കുണ്ടത് പി ഉസ്മാൻ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പോൾ അത് വെളിപ്പെടുത്താൻ സാധിക്കില്ലെന്നാണ് ഉസ്മാൻ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അദ്ദേഹം ചർച്ച നടത്തിയെന്ന കാര്യം പൂർണ്ണമായിട്ടും നിഷേധിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ സ്വരാജിന്റെ പേര് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ അത് കോൺഗ്രസിൽ നിന്നുള്ള പി ഉസ്മാൻ ആയിരിക്കുമെന്ന രീതിയിലുള്ള ഒരു പ്രചാരണം വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്നു. അതിനൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോഴത്തെ ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് നമ്മൾ ശ്രമിച്ചത്. അദ്ദേഹം അത് സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം തുടർച്ചയായി രണ്ടാമത്തെ തവണയാണ് മൂത്തേടം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആകുന്നത്. ആ ഒരു മേഖലയിൽ ഉൾപ്പെടെ വളരെ ജനകീയനായ ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. നേരത്തെ DYFൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. ആ ഒരു ബന്ധങ്ങൾ ഉപയോഗിച്ചിട്ടാകാം ഒരുപക്ഷെ CPM അത്തരമൊരു നീക്കം നടത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. CPMന്റെ മുതിർന്ന നേതാക്കൾ തന്നെ, തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നേതാക്കൾ തന്നെ ഉസ്മാനുമായിട്ട് ചർച്ച നടത്തിയിരുന്നു എന്നുള്ളതാണ് ആ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ CPM നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവകാശവാദങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുന്നതായി ഒരു പ്രതികരണം മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. MV ഗോവിന്ദൻ മാസ്റ്റർ ആവർത്തിച്ച് പറയുന്നുണ്ട്, പാർട്ടി കുറച്ച് ആത്മവിശ്വാസത്തിലെടുത്തൊരു തീരുമാനമാണ് പാർട്ടി സ്ഥാനാർത്ഥിയിലേക്ക് പ്രഖ്യാപനം പോകുക എന്നുള്ളത്. പക്ഷേ അതിനു മുൻപ് വളരെ കൃത്യമായിട്ട് സ്വതന്ത്ര പരീക്ഷണം നടത്തുന്നതിനു വേണ്ടി കോൺഗ്രസിലെ അസംതൃപ്തരെ, മുസ്ലിം ലീഗിലെ അസംതൃപ്തരെ CPM സമീപിച്ചിരുന്നു എന്ന് അടിവരയിടുന്നതായിട്ട് സൗണ്ട് ബൈറ്റ് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുജയ പാർവതി, അതോടൊപ്പം തന്നെ ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്നുള്ള അസംതൃപ്തരായിട്ടുള്ള ഏതെങ്കിലും ആളുകളെ അവിടെ സ്ഥാനാർത്ഥിയായി ലഭിക്കുകയാണെങ്കിൽ അതുവഴി കോൺഗ്രസിൽ ഉണ്ടാകുന്ന ഒരു വിഭാഗീയത മുതലെടുക്കാനും സാധിക്കുന്ന വിലയിരുത്തൽ CPMനുണ്ടായിരുന്നു. പക്ഷേ ഈ പറയപ്പെടുന്ന നേതാക്കളൊന്നും തന്നെ അതിന് തയ്യാറായില്ല എന്ന് വേണം ഉസ്മാന്റെ പ്രതികരണത്തിലൂടെ വായിച്ചെടുക്കാൻ. താൻ അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ്, പാർട്ടി പറയുന്നതിനപ്പുറത്തേക്ക് താൻ പ്രവർത്തിക്കില്ല, തന്നെ സമീപിച്ചിട്ടുണ്ടാകാം, ഇല്ലാതിരിക്കാം, നിങ്ങളോട് പറയാൻ സാധിക്കില്ല. അത് രാഷ്ട്രീയ മാന്യതയുടെ ഭാഗമായിട്ടാണ് ആ ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഉസ്മാൻ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. നേരത്തെ കോൺഗ്രസിന്റെ DCC സെക്രട്ടറി കൂടിയായിട്ടുള്ള ബീനയെ BJP നേതൃത്വം ചർച്ചകളിലേക്ക് കൊണ്ടുവരുന്നതായി നമ്മൾ കണ്ടിരുന്നു. BJP സ്ഥാനാർത്ഥിയാകാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിരുന്നതായി ബീന തന്നെ അംഗീകരിച്ചിരുന്നു. പക്ഷേ ഒരു തരത്തിലും കോൺഗ്രസ് നിന്ന് വിട്ടുപോകില്ല, അടിയുറച്ച കോൺഗ്രസ്സുകാരിയാണെന്ന് ബീന പറഞ്ഞിരുന്നു. ഇപ്പോൾ ഉസ്മാനെയും CPM നേതൃത്വം സമീപിച്ചിരുന്നു എന്ന് പറയുമ്പോൾ BJPയും അതുപോലെ തന്നെ CPM നേതൃത്വവും സ്ഥാനാർത്ഥികളാക്കാൻ കോൺഗ്രസ് നേതാക്കളെ സമീപിച്ചിരുന്നു എന്ന് വളരെ കൃത്യമായിട്ടും ഇവിടെ തെളിയിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും, താൻ അടിയുറച്ച കോൺഗ്രസ്സുകാരുടെ മൂത്തേടം പഞ്ചായത്തിൽ നിന്നുൾപ്പെടെ വലിയ ഭൂരിപക്ഷം ആര്യാടൻ ഷൗക്കത്തിന് ഉണ്ടാക്കി കൊടുക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. രാഷ്ട്രീയ മാന്യതയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അതിൽ കൂടുതൽ വെളിപ്പെടുത്തലിന് തയ്യാറാകാത്തത്. പക്ഷേ അദ്ദേഹം അത് പൂർണ്ണമായിട്ട് നിഷേധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ മറുഭാഗത്ത് CPM പറയുന്ന വാദം എത്രത്തോളം പൊളിയുന്നു അല്ലെങ്കിൽ അത് പ്രസക്തമാണെന്ന ചോദ്യം അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കായി CPIM മണ്ഡലത്തിൽ തെരഞ്ഞിരുന്നു, അതിനായി കോൺഗ്രസ് നേതാവിനെയും സമീപിച്ചിരുന്നു എന്നതാണ് ഇപ്പോൾ ഉസ്മാന്റെ വെളിപ്പെടുത്തലിലൂടെ വ്യക്തമാകുന്നത്. വിവരങ്ങൾ നൽകിയത് മുബഷിർ പി അക്ബറാണ്.